Amongst the many major achievements Kerala have made in the field of education lies a key area: how the state addressed its issue of the education of interstate migrant students. Today, Team TNI stands before Government UP School Viragapura, a school at the very heart of the Thiruvananthapuram city, and its speciality: at least more than half of its students come from other states including Rajasthan, West Bengal, Bihar and Tamil Nadu. നമ്മുടെ സ്കൂൾ വിറകുവരക്കോട്ട ഗവൺമെൻറ് UP സ്കൂളിൽ 25 വർഷമായി തന്നെ മൈഗ്രൻ്റ് സ്റ്റുഡൻസിൻ്റെ സാന്നിധ്യമുണ്ട്. ആദ്യമൊക്കെ ഒരു 10-നകത്തുള്ള കുട്ടികൾ, 10 എണ്ണത്തിനകത്തുള്ള കുട്ടികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കിവിടെ 50-ലധികം കുട്ടികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ ഇവിടുത്തെ അധ്യാപകർക്കും കുറച്ചധികം എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ അസംബ്ലികളെല്ലാം ക്രിയേറ്റീവ് അസംബ്ലികളാണ്. ഓരോ അസംബ്ലിയും ഓരോ തരത്തിൽ വ്യത്യസ്തമാകുന്ന തരത്തിലാണ് നമ്മൾ അസംബ്ലി. ഇന്നിപ്പോൾ അസംബ്ലിയിൽ പ്ലക്കാർഡും പിടിച്ച് ഇൻസ്റ്റലേഷനും ഒക്കെ ചെയ്ത് ഉപകരണങ്ങളും ഒക്കെ കാണിച്ച് ആണ് കുട്ടികൾ അത് ചെയ്തതെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു വിധത്തിൽ ചിലപ്പോൾ ആക്ഷൻ സോങ്ങുകളും മറ്റുമായിട്ട് കുട്ടികളെത്തുകയും ആ അസംബ്ലി അങ്ങനെ ക്രിയേറ്റീവ് ആക്കുകയും ചെയ്യും. മൾട്ടിലിംഗ്വൽ അസംബ്ലികളാണ്. ഓരോ ദിവസവും ഓരോ ഭാഷയിലാണ്, ഓരോ തീമുകളായിരിക്കും, ഓരോ വിഷയങ്ങളായിരിക്കും. അങ്ങനെ വ്യത്യസ്തത കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഈ എല്ലാ ദിവസവും അസംബ്ലി കൂടി ഈ കാര്യങ്ങളും അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മൊണോട്ടണസും ഇല്ല. Can you guess what is the speciality or the importance of today? Yes, Lori, a famous festival of Punjab. And after eating food, all the students were participating in Seppu. We have other activities after lunch break. In that time, we will conduct activities like Seppu, etc. Seppu means there were many programs in the Seppu. We conduct Hindi, Malayalam, English, all the languages programs to improve the languages of all the students. Our school is an English medium, but all the languages and all the students are all equal. എൻ്റെ പേര് ചഞ്ചൽ. ഞാൻ രാജസ്ഥാനിലാണ് വന്നത്. ഞാൻ ഈ സ്കൂളിൽ വന്നത് 3ാം ക്ലാസ് തൊട്ടാണ്. എനിക്കിവിടെ വന്നിട്ട് 5 വർഷമായി. ടീച്ചേഴ്സിനെ പറ്റി നമ്മൾ ടീച്ചറെ പോലെ തോന്നില്ല, നമ്മുടെ ഫ്രണ്ട്സിനെ പോലെ തോന്നും ടീച്ചേഴ്സ്. ആദ്യം കിട്ടിയ സമയത്ത് ഞാൻ തോന്നി എങ്ങനെ ഇത് ചെയ്യുമെന്നുള്ള ഇത് തോന്നിയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് സംസാരിച്ച സമയത്തും കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് കുട്ടികളും അതിനോട് നല്ല താല്പര്യത്തോടു കൂടിയാണ്. കുട്ടികൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. കാര്യം അവർക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുവാണ്. ഉച്ച സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ഞാൻ പിടിച്ചിരുത്തി അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ ആ പഠിക്കാനുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മൊബൈൽ വഴിയാണെങ്കിൽ ടീച്ചർ ഇന്ന വേർഡ് എന്താണെന്നൊക്കെ വിളിച്ച് ചോദിക്കുകയും എടുക്കുകയും അവർക്ക് അതിനോട് കൂടുതൽ താല്പര്യമുണ്ട്, പഠിക്കാനുള്ള താല്പര്യമുണ്ട്. नाम सम्मा खातून है, बिहार की रहने वाली हूँ. बिहार के स्कूल और यहाँ के स्कूल में हमको बहुत फ़र्क लगता है, बहुत ज़्यादा फ़र्क लगता है. क्या है कि वहाँ हम भी 10 क्लास तक पढ़े हैं, जितना हमको पता नहीं है. यहाँ के बच्चे अभी मेरे 7 क्लास में पढ़ते हैं, उसको हमसे ज़्यादा मालूम है. वो ज़्यादा अच्छी बातें करते हैं, इंग्लिश में भी बात करते हैं. हम लोग को तो इंग्लिश आता नहीं, 10 क्लास कर लिए, आता नहीं है. मेरा नाम सोनाली है. मैं वेस्ट बंगाल कलकत्ता से हूँ. मेरा बच्चा इधर 2 बच्चे पढ़ता है. मेरा बच्चा इधर आके 3 भाषा सीखा है. एक मलयालम भी सीख गई, हिंदी भी सीख गई. मैं भी खुद से उसके साथ मैं भी मलयालम भी थोड़ा सीख रही हूँ. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു രക്ഷകർത്താവ് പാൻ ചവച്ചുകൊണ്ട് വരുന്ന ഒരു രക്ഷകർത്താവ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വരുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ നമ്മൾ പാൻ ഉപയോഗം സ്കൂളിൽ പാടില്ല, കുഞ്ഞുങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ നമ്മുടെ ഒരു പാരൻ്റ് അംബാസഡർ ആകുന്ന തരത്തിൽ അവരെ തന്നെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
മൈഗ്രൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ നമുക്കുണ്ട്. അത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഹിന്ദിയിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന രക്ഷകർത്താക്കൾ, അതുപോലെ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ടീച്ചേഴ്സൊക്കെ അതിലംഗമാണ്. കുഞ്ഞുങ്ങൾ വീട്ടിൽ പോയാൽ പോലും ഫോൺ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കാണിക്കുന്നത് കുട്ടികളുടെ താല്പര്യമാണ്. ഹാപ്പി സ്കൂളായി ഈ സ്കൂളിനെ മാറ്റിയെടുക്കുവാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കുന്നത് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ ഒരു ഹാപ്പി സ്കൂളാണ്.